പ്രിയദർശിനി സ്കീമിൽപ്പെടുത്തി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പാടാക്കിയതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന KSRTCക്ക് കിട്ടിയ അവസാനത്തെ ആണിയടിയാണ് ഇപ്പോൾ പ്രിയദർശിനി പ്രോജക്റ്റ്. KSRTCയിൽ വളരെ കാലങ്ങളായിട്ട് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇൻഷുറൻസ് പൈസ അടയ്ക്കാത്തതിനാൽ KSRTCയിൽ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ പോലും പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച ഈ ഒരു പ്രോജക്റ്റ് 80 കോടിയുടെ അധിക ബാധ്യതയാണ് KSRTCക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് പോലും എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് അറിയാത്ത KSRTCക്ക് ഈ 80 കോടി എങ്ങനെ വഹിക്കും? ശരിക്കും കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. എന്നാൽ അർഹരായ ആളുകൾക്ക് അവരുടെ ജെൻഡറിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ബസ് യാത്ര കൊടുക്കട്ടെ. ഒരു KSRTCയെ പോലുള്ള ഒരു സംവിധാനം നിലനിൽക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ്. എന്തെന്നാൽ അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്താൻ മടിക്കുന്ന ഉൾനാടൻ മേഖലകളിലും റിമോട്ട് ഏരിയകളിലുമൊക്കെ പാവപ്പെട്ട ആളുകൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ബസ് സർവീസ് കിട്ടുകയുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് KSRTCയിൽ ഒരാൾ മാത്രം അല്ലെങ്കിൽ രണ്ടാൾ മാത്രം യാത്ര ചെയ്തു പോകുന്നത്. നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ഈ രണ്ടാളെ കൊണ്ട് മാത്രം ഇങ്ങനെ ബസ് ഓടിക്കണമെന്ന്. അതും ആവശ്യമാണ്. കേരളത്തിൻ്റെ ഉൾനാടൻ മേഖലകളിലുള്ള ആളുകൾക്ക് ഏക ആശ്രയം പ്രൈവറ്റ് ബസ് ഓടിച്ചാൽ മുതലാളിക്ക് മുതലാകാത്ത റൂട്ടുകളിൽ KSRTCയുടെ ഈ ബസ്സുകളാണ് അവർക്ക് യാത്രാ സൗകര്യമേകുന്നത്. ഇത്തരത്തിലുള്ള നമ്മുടെ KSRTCയെ ഈ ഒരു രീതിയിൽ കൊല്ലാൻ വിട്ടുകൊടുക്കണോ? കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ ഒരു മാസം 100, 200, 300, 500 രൂപയൊക്കെ യാത്രയ്ക്ക് വേണ്ടി KSRTCയിൽ ചിലവാക്കുന്നുണ്ടാവും. ആ 500 രൂപയ്ക്ക് പകരം ഈ KSRTCയെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതാണോ യഥാർത്ഥ രീതി? ഫ്രീബി അല്ലെങ്കിൽ സൗജന്യമായത് മാത്രം കൊടുത്തുകൊണ്ട് ഒരു ജനതയെ സ്വന്തം കാലിൽ നിർത്താനോ പരിപോഷിപ്പിക്കാനോ കഴിയുകയില്ല. അവിടെ നമുക്ക് ശരിക്കും വേണ്ടത് ആ ആളുകളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് സൗജന്യം കൊടുത്തുകൊണ്ടുള്ളതല്ല, എംപവർ ചെയ്തുകൊണ്ടാണ് വേണ്ടത്.